തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ UDF വളരെ അഭിമാനത്തോടു കൂടിയൊരു മാനിഫെസ്റ്റോ തയ്യാറാക്കി ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ ആ മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരാൾ UDFിൻ്റെ സെക്രട്ടറി കൂടിയായ CCP ജോണാണ്. അദ്ദേഹം ഒരു മാനിഫെസ്റ്റോ വിദഗ്ധനാണ്. അതോടൊപ്പം തന്നെ കിലയുടെ മുൻ ഡയറക്ടറായ ഡോക്ടർ ബാലൻ സാർ, അദ്ദേഹവും ഇതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് എനിക്ക് CCP ജോണുമായിട്ട് ഒരു സംഭാഷണം നടത്തണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ജോൺ അറിയാമല്ലോ, നമ്മുടെ മാനിഫെസ്റ്റോ ഇതിനു മുൻപ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒരു മുന്നണിയും ഇറക്കിയിരിക്കുന്ന മാനിഫെസ്റ്റോയിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തവും വളരെ പെർസ്പെക്റ്റീവുള്ള പുതിയ കാലത്തെക്കുറിച്ചുള്ള വലിയ ചിന്തകൾ ഉയർത്തുന്നതുമായ ഒരു മാനിഫെസ്റ്റോയാണ്. എന്താണ് താങ്കൾക്ക് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നിയ കാര്യം? അതിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്ക് തന്നെയാണ് അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. എപ്പോഴും നമ്മൾ റിട്രോസ്പെക്റ്റീവിലാണ് കേരള രാഷ്ട്രീയം പലപ്പോഴും ചർച്ച ചെയ്യുന്നതും മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്നതൊക്കെ. അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ പോലും പഴയതിൻ്റെ ഒരു തനിയാവർത്തനങ്ങളാണ്. ഇപ്പം നമ്മുടെ ഈ മാനിഫെസ്റ്റോൻ്റെ പ്രത്യേകത ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയാണ്. എന്നിട്ട് അതിൻ്റെ പെർസ്പെക്റ്റീവ് എന്താണ്, ഭാവിയിൽ നമ്മൾ എന്താണ് ഇതുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ പ്രത്യേകിച്ച് UDFിനും കോൺഗ്രസിൻ്റെ ഒരു സമ്പത്താണ്, വാസ്തവത്തിൽ ഒരു കോൺട്രിബ്യൂഷനാണ് ഈ ഇന്നത്തെ 73-74 അമെൻമെൻറ്റ്. അത് കഴിഞ്ഞ് നമ്മുടെ ലീഡർ K കരുണാകരനുള്ള സമയത്തുണ്ടാക്കിയ ആ വിഭജനം, നമ്മുടെ അധികാരത്തിൻ്റെ താഴത്തേക്കുള്ള കൊടുപ്പ്, അത് കഴിഞ്ഞ് നടന്ന K ആൻ്റണിയുടെ ഇലക്ഷൻ, ആദ്യമായിട്ട് അദ്ദേഹമാണ്, അത് നമ്മളെ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്, ഈ അപ്പൻഡിക്സ് 4 എന്നുള്ള പഞ്ചായത്തുകൾക്കുള്ള ബജറ്റ് ഡോക്യുമെൻറ്റിൽ പഞ്ചായത്തുകൾക്ക് ഡോക്യുമെൻ്റ് അദ്ദേഹമാണ് ആരംഭിച്ചത്. പക്ഷെ നായനാർ വന്നപ്പോൾ അവർ ബിഗ് ബാങ് എന്നൊക്കെ വിളിച്ച ജനകീയ ആസൂത്രണം, അതിന് നമ്മൾ നിഷേധിച്ചിട്ടൊന്നുമില്ല, അതോടെ ഉണ്ടല്ലോ. അവരാണ് അതിൻ്റെ അത്തരത്തിലൊരു വലിയ 25% എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അനുഭവവും 30 വർഷമായിരുന്നു. ഇനി എന്താണ് ചെയ്യുക എന്ന ചർച്ചയാണ് നമ്മുടെ മാനിഫെസ്റ്റോയുടെ ആലോചനയ്ക്കിരുന്ന് എല്ലാവരും പങ്കുവച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഗ്രാമസഭ അധിഷ്ഠിതമായ പഞ്ചായത്ത് രാജ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പഞ്ചായത്ത് രാജിൻ്റെ കീഴിലുള്ള ഒരു ഗ്രാമസഭയല്ല. അതാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, അതാണ് സത്യത്തിൽ ലോക്കൽ പ്ലാനിംഗ് എന്ന് പറയുന്നതും അതിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിറ്റിക്ക് ചെയ്യാൻ പറ്റുന്നത് കമ്മ്യൂണിറ്റി, പിന്നെ മുകളിലേക്ക് കൊടുക്കുക. ശരിക്കും വികേന്ദ്രീകരണം അല്ല, മുകളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, മുകളിൽ നിന്ന് തരല്ല. അപ്പോൾ ഇവിടെ നമ്മളത് ആദ്യമായിട്ട് നടപ്പാക്കുകയാണ്. കാരണം ഗ്രാമസഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. പിന്നെ അവർക്ക് അതിന് ടൈഡൊന്നുമല്ല, ഫണ്ട് ഒരു നിശ്ചിതമായ ഫണ്ട് കൊടുക്കുകയാണ്. ഇപ്പോഴും വാർഡിലേക്ക് ഫണ്ട് വിഭജിക്കുന്നുണ്ട്. അത് തെറ്റായ രീതിയിൽ പലപ്പോഴും ഭരണകക്ഷിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ്. നമ്മളതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുകയാണ്. നമുക്ക് വാർഡിന് ഫണ്ടുണ്ടായിരിക്കും, പക്ഷേ എല്ലാവർക്കും തുല്യമാണ് എന്ന് പറയാൻ പറ്റില്ല. ആവശ്യമുള്ളവർക്ക് കൂടുതൽ. കാരണം ഇപ്പോൾ തിരുവനന്തപുരത്തും ഇപ്പോൾ കോഴിക്കോട് ഞാൻ ഇന്നലെ പോയപ്പോഴൊക്കെ കണ്ടത് എന്താ, പാവങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് 15,000 ജനങ്ങളാണ് ഒരു വാർഡിൽ. അപ്പോൾ അവിടെ ജനസംഖ്യയും കൂടെ കണക്കിലെടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മൾ പിന്നോക്കാവസ്ഥയും ജനസംഖ്യയും ഇപ്പോൾ ഈ ഗവൺമെൻറ് ചെയ്തത് അറിയാലോ. ഈ ഇന്നത്തെ ചർച്ച ചെയ്യേണ്ടതല്ലെങ്കിലും പണക്കാർ താമസിക്കുന്ന സ്ഥലത്ത് ചെറിയ വാർഡ്, പാവങ്ങൾ താമസിക്കുന്നിടത്ത് വലിയ വാർഡ്, തീരെ. അപ്പോൾ അത് കിട്ടുന്ന പണം ചെലവഴിക്കുമ്പോൾ അപ്പോൾ അത് UDF അവിടെ ജയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ UDFനെ ജയിക്കുന്ന സ്ഥലത്തേക്കൊക്കെ കൂടി കൊണ്ടുപോയിരിക്കുക. അപ്പോൾ അത് ഇപ്പോഴത്തെ വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് വാർഡ് തലത്തിൽ അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പെർസ്പെക്റ്റീവ്. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സീറോ വേസ്റ്റിലേക്ക് കേരളത്തെ എത്തിക്കുക എന്നുള്ളൊരു ശ്രമകരമായ ദൗത്യം. ഈ വേസ്റ്റ് തന്നെയാണ് ഒരുപക്ഷെ കേരളത്തിന് അപമാനകരമായ തരത്തിൽ 3.5 ലക്ഷം പേരെയാണ് ഈ സമീപകാലത്ത് പട്ടി കടിച്ചിട്ടുള്ളത് കേരളത്തിൽ. ഇത് പുറത്തേക്ക് പോകാൻ പോലും പാടില്ലാത്ത ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ആളുകൾ പോലും വരാൻ മടിക്കുന്ന ഒരു കാലമായി കേരളത്തിൽ മാറുകയാണ്. കുട്ടികൾ സ്കൂളിൽ പോകാൻ ഭയമാണ്, പ്രായമായവർക്ക് നടന്നു പോകാൻ ഭയമാണ്. കുട്ടികളെയൊക്കെ 8-10 പട്ടികൾ ചേർന്ന് ആക്രമിക്കുകയാണ്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ അച്ഛനും കുഞ്ഞും കൂടി ഇരുന്ന് ഒരു കളി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പട്ടി വന്ന് കൊച്ചിൻ്റെ ചെവി കടിച്ചെടുത്തോണ്ട് പോയി. അതിന് തുന്നി ചേർക്കേണ്ടി വന്നു ആ ചെവി.
അത്രയും രൂക്ഷമായി. നമുക്ക് ആ തെരുവുനായ ശല്യത്തിൽ നിന്നും പൂർണ്ണമായി കേരളത്തെ മോചിപ്പിക്കണം, വളരെ ശാസ്ത്രീയമായിട്ട്. അതുപോലെ മാലിന്യ നിർമ്മാർജ്ജനം, സീറോ വേസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റണം. ഈ രണ്ട് കാര്യങ്ങളും കേരളത്തിലൊരു സമഗ്രമായ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ, ഏറ്റവും ആധുനികമായ രീതിയിൽ നടപ്പാക്കുന്നതിന് വലിയ പ്രാധാന്യം നമ്മുടെ മാനിഫെസ്റ്റോ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. നമ്മൾ അത് വെച്ചുകൊണ്ടാണത് ചെയ്തത്. സത്യത്തിൽ ഈ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിൽ വിവിധ വിഭാഗങ്ങളിലെ എക്സ്പേർട്ടുകളുടെ, വൈദഗ്ധ്യമുള്ള ആളുകളുടെ കൂടെ ഒരു സഹായം നമ്മൾ പല കാര്യങ്ങളിലും തേടിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങളെല്ലാവരും ചേർന്ന് കോർഡിനേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ മുഖ്യമായ, അതുപോലെ തന്നെ ആശ്രയ ആ പദ്ധതി, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയ ആശ്രയ പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ഒരു കാലത്ത് അത് തുടങ്ങിയ ദാരിദ്ര്യ നവീകരണ പദ്ധതി. അതൊരു വലിയ ഫോമിലേക്ക് വന്നത് ആശ്രയ പദ്ധതിയാണ്. അതിന് ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായ രീതിയിലുള്ളൊരു രണ്ടാം ഘട്ടം ആശ്രയ 2. ഈ 3 പ്രോജക്റ്റുകൾ നമ്മൾ ഉയർത്തിക്കാട്ടുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് നടപ്പാക്കാൻ പറ്റുന്ന പ്രായോഗികമായ. അതിലിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വെറുതെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയല്ല. ഇപ്പോൾ നമ്മൾ കൊച്ചിയിലാണല്ലോ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന MG റോഡിന് പോലും ശ്വാസം പൊട്ടി കുറച്ച് ദിവസം. ഹൈക്കോടതി ആദ്യമായിട്ട് ഈ പുക ശ്വസിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരുതരം ദുരന്തം, ഒരുതരം വിഷദുരന്തമാണ് കൊച്ചിക്ക് അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ചാടി ഉണർന്ന് ഇപ്പോൾ നമ്മുടെ മിനിസ്റ്ററും എല്ലാവരും കൂടെ വന്ന് ഇതൊക്കെ കെട്ടുകെട്ടാക്കി തമിഴ്നാട്ടിലേക്ക് വിടുക ചെയ്തു. അപ്പോൾ തമിഴ്നാട്ടിലെ സിമൻറ്റ് കമ്പനികൾ ഇത് വാങ്ങിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ പുക ശ്വസിക്കേണ്ടി വരുമായിരുന്നു. തീർച്ചയായിട്ടും കത്തിയ പുക. അപ്പോൾ അവിടുത്തെ സത്യത്തിൽ തമിഴ്നാട്ടിലെ സിമൻറ്റ് കമ്പനികൾ ഇത് കൊണ്ടുപോയി അവരുടെ ഈ കെടാത്ത തീ ഉണ്ടല്ലോ അവർക്ക്, അതിലിട്ട് കത്തിച്ചിട്ടാണ് ഇതെല്ലാം വേസ്റ്റ് ഇവിടെ നിന്ന് മാറി ഇപ്പോൾ ബ്രഹ്മപുരത്തു നിന്നൊക്കെ പോയത്. പക്ഷേ അവരൊരു ദിവസം വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? കേരള ഗവൺമെൻറ് 10 വർഷമായിട്ട് കേരളത്തിൽ ഈ വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പ്ലാസ്മ പദ്ധതി. പ്ലാസ്മ ആർക്കെന്ന് പറയുന്ന ഇച്ചിരി ചിലവ് കൂടിയതാണ്. പക്ഷെ ചിലവ് കൂടിയതാകൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ചുരുങ്ങിയ സ്ഥലം മതി. അത് ഞാൻ ചോദിക്കുന്നത്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ തുടങ്ങുമ്പോഴല്ല എക്സ്പെൻസ് അല്ലേ ഉള്ളൂ, അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് കുറവല്ലേ? ആ, തുടങ്ങുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതിൽ മാത്രമല്ല, അപ്പോൾ അതിനെ മൊത്തത്തിൽ ഇപ്പോൾ സിംഗപ്പൂർ മോഡലാണത്. അത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാമെന്ന് പറയും. നമ്മുടെ കൺസേൺ അല്ല, ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ. പിന്നെ ഇതിൻ്റെ ഗ്യാസ്, ഇതിന് സിങ്കാസ് എന്നാണ് ഇതിന് വിളിക്കുന്നത്. എല്ലാ ഗ്യാസും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേകതരം ഗ്യാസ് മിക്സ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗ്യാസാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് ഗ്യാസ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് കത്തിച്ചിട്ട് എനർജി ഉണ്ടാക്കുകയും ചെയ്യാം. അത് യൂഷ്വൽ പ്രോസസ്സാണ്. പക്ഷേ ഇത് ചെയ്തേ പറ്റൂ. ഇതിനൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ സ്ഥലം പോലും വേണ്ട. ഒരു നഗരത്തിൽ 1-2 ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ സ്ഥലമുണ്ടെങ്കിൽ 1 ടണ്ണിൽ നിന്ന് അത് 1% കുറയും അതിൻ്റെ ആഷ്. അതുകൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കാം. ആ ഇഷ്ടിക ഉണ്ടാക്കിയാൽ അന്നന്ന് ആ ഇഷ്ടിക ആവശ്യക്കാർക്ക് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് പോസിബിളായ കാര്യമാണ്. പിന്നെ ഉറവിട മാലിന്യം നിർത്തുന്നതല്ല, അത് തെറ്റിദ്ധരിക്കരുത്. ഉറവിട മാലിന്യം കൊണ്ട് തീർക്കാവുന്ന അത് കുറച്ച് കൊണ്ടുവരണം. കുന്നുകൂടുന്ന ലെഗസി വേസ്റ്റ് എന്നൊക്കെയാണ് അതൊരു വാക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. എഡ്ജക്റ്റീവായിട്ട് പോലും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ അത്തരത്തിലുള്ള കുന്നുകൾ ഇനി ഉണ്ടാവില്ല. നമ്മൾ നമ്മുടേതായൊരു മാർഗം കണ്ടുപിടിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആശ്രയയുടെ കാര്യം പറഞ്ഞു. ആശ്രയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ 1-2 ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറഞ്ഞാൽ തെറ്റില്ല. വിജയാനന്ദ്, TK ജോസ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനികളായിരുന്നു. ആന്റണി ഗവൺമെൻറ്റിലുള്ളപ്പോൾ ഞാനന്നും പ്ലാനിംഗ് ബോർഡിലുണ്ടല്ലോ, അന്നാണ് തുടങ്ങിയത്. അതായത് വെർട്ടിക്കൽ പ്ലാനിംഗ് അല്ല. ഇപ്പോൾ കാലൊടിഞ്ഞവർക്ക് ഒരു ഉപകരണം സപ്ലൈ ചെയ്തു, അപ്പോൾ കൈയൊടിഞ്ഞ ആൾക്കത് കിട്ടില്ല. ഇതാണല്ലോ നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ അയാളുടെ കാലൊടിഞ്ഞാലേ അയാൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഹൗസ് ഹോൾഡ് പ്ലാൻ ഉണ്ടാക്കി. അതാണ് ആശ്രയ. ഏറ്റവും പാവപ്പെട്ട ആളുകൾ, അതേതാണ്ട് 1.5 ലക്ഷം 2 ലക്ഷം പേരുണ്ടായിരുന്നു അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹൗസ് ഹോൾഡ് പ്ലാൻ, അതാണ് ആശ്രയ പ്ലാൻ. ഈ ഗവൺമെൻറ് അത് ഫ്രീസ് ചെയ്തു. എന്നിട്ട് ഈ 4-5 കൊല്ലം കൊണ്ടാണ് ഈ അതിദാരിദ്ര്യരെ കണ്ടുപിടിക്കാനുള്ള എന്തോ മഹാ അത്ഭുതം, റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫാഴ്സായിരുന്നു. അതിൻ്റെ പ്രൊസീജിയർ എല്ലാം വളരെ സെലക്ഷൻ പ്രൊസീജിയർ, കഴിയുന്ന അതിൻ്റെ മാനദണ്ഡങ്ങളും
കഴിയുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്കമും റിസൾട്ടും ഒക്കെ മോശം. ഒന്നുമില്ല. അത് ഏറ്റവും വലിയ എം എ ഉമ്മൻ സാറിനെ പോലുള്ള കെ പി കണ്ണനെ പോലുള്ള ആളുകൾ, ഏറ്റവും വലിയ പ്ലാനിങ് എക്സ്പേർട്സുകളാണ് അതിനെ ആർ വി ജി മേനോനെ പോലുള്ള അതിനെ കളിയാക്കി വിടുകയാണ് ചെയ്യുന്നത്. അതെ അതെ. നമുക്ക് അത് മറ്റേതിൻ്റെ ആശ്രയയുടെ രണ്ടാം ഘട്ടം ആൻ്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങി ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നല്ല രീതിയിൽ കൊണ്ടുപോയ ഇവർ സ്റ്റോൾ ചെയ്ത ആ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് മഞ്ഞ കാർഡുകാരുടെ ജീവിതം മെച്ചമാക്കും, ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. കറക്റ്റ്. ഇപ്പം മഞ്ഞ കാർഡ് നാട്ടിൻപുറത്ത് ഒരു യാഥാർത്ഥ്യമാണ്. ആ മഞ്ഞ കാർഡുകാർ സത്യത്തിൽ മഞ്ഞ കാർഡ് മേടിക്കേണ്ടാത്തൊരവസ്ഥയിലേക്ക് അവരെ എത്തിക്കണം. അതാണ് ടാസ്ക്. അത് നമുക്കൊരു 5.5 ലക്ഷം ഫാമിലി ഉണ്ട്. ആ 5.5 ലക്ഷം ഫാമിലിയെ നമ്മളങ്ങ് ദത്തെടുക്കുന്ന പോലെയാണ്. അത് പോസിബിളാണ്. ആശ്രയയുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 10 കൊല്ലത്തെ ഈ മുരടിപ്പില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഈ എണ്ണം ഗണ്യമായിട്ട് കുറയുമായി. 50% കുറവ് വന്ന് 50 അല്ല 20%ലേക്ക് താഴുമായിരുന്നു നടന്നിരുന്നു. ഇവർ കണക്കെടുപ്പാനാ പോയത്. ഇൻവെന്റിങ് ദ വീൽ അഗെയിൻ എന്ന് പറഞ്ഞ പോലെ വീണ്ടും എവിടെ അതിദരിദ്രരുണ്ടോ എന്ന് ചോദിച്ച കണക്ക് ഇവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, മഞ്ഞക്കാർഡുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള പരിപാടികൾ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബഹുമുഖമായ പരിപാടിയാണ്. സത്യത്തിൽ ഇതിൻ്റെ അകത്ത് വളരെ പ്ലാനിങ്ങിൻ്റെ എക്സ്പേർട്ടുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി ചോദിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന വളരെ നമുക്ക് പ്രാക്ടിക്കലായി പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു പദ്ധതിയാണ്. ഒരു വലിയ മാറ്റം നമുക്ക് ഏറ്റവും താഴെ തട്ടിൽ ഉണ്ടാകുന്ന ഒരു വലിയ ഇൻ്റർവെൻഷനാണ്, വലിയൊരു ഇടപെടലാണ്. അതൊരു വലിയ പ്രോജക്റ്റായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കുടുംബശ്രീ നവീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ആക്ടിനെ സംബന്ധിച്ച കാര്യം ജോൺ തന്നെ പറയണം. ഞാൻ അതിൻ്റെ അകത്തൊരു നമ്മളൊരു ലക്ഷ്യമാക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കുടുംബശ്രീയിലെ സ്ത്രീകളെ കുടുംബങ്ങളെ എന്നുള്ള അർത്ഥത്തിലല്ലേ, സ്ത്രീകളെ അവരെ സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. ഒരു പുരുഷനെയും ആശ്രയിക്കാതെ അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർക്ക് നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു വരുമാനം ഉണ്ടാക്കുന്ന നിലയിലേക്ക് സ്ത്രീയുടെ അന്തസ്സും അഭിമാനവും എടുക്കുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായ ഒരു സ്വയം പര്യാപ്തത എന്ന് പറയുന്ന അത് എനിക്ക് തോന്നുന്നത് കുടുംബശ്രീ ആരംഭിച്ചിട്ട് വളരെ വൈകിപ്പോയി. ഇപ്പം നമ്മൾ ഇതിനകത്തൊരു 57-നും 60-നും ഇടയിലുള്ള പ്രോജക്റ്റുകൾ, ആ പ്രോജക്റ്റുകൾ വഴിയാണ് അവരെ സ്വയം പര്യാപ്തരാക്കേണ്ടത്. ആ പ്രോജക്റ്റുകൾ വഴി ഈ 5 കൊല്ലം കൊണ്ട് കുടുംബശ്രീയിലെ മുഴുവൻ അംഗങ്ങളെയും സ്ത്രീകളെയും സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കാൻ പറ്റുന്നൊരു ഘട്ടത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിൻ്റെ പഠനം, അതിലെ പ്രോജക്റ്റുകൾ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഓരോ പ്രാദേശികമായി ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രോജക്റ്റുകളാണ്. ആ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് ലോകത്തിലെ തന്നെ ഒരു വലിയ ഒരു സ്ത്രീ മുന്നേറ്റമായി അത് മാറും. അതിൻ്റെ ഒരു സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റ്, സാമ്പത്തികവും സാമൂഹികവുമായ അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലായിരിക്കും. സൊസൈറ്റിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ ചേഞ്ചാണ് അത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രോജക്റ്റുകളിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതിനെ നമുക്ക് ഭംഗിയായിട്ട് നടപ്പാക്കാം. അതിനൊരു നിയമപരമായ പിൻബലത്തിന്റെ കാര്യം കൂടി ജോണ് പ്രത്യേകമായിട്ട് ആ ചർച്ചയിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയാണ്. അതായത് നമ്മളിപ്പോൾ UPA ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ചും നമുക്ക് സോണിയാഗാന്ധി ഒരിക്കലും മറക്കാൻ പറ്റില്ല, റൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. UPA ചെയ്ത റൈറ്റ് ബേസ്ഡ് കാര്യങ്ങളൊന്നും ഇവർക്ക് മാറ്റാനൊന്നും പറ്റിയില്ല. വിവരാവകാശമാണെങ്കിൽ ഡൈലൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ വിദ്യാഭ്യാസ അവകാശം, അതേപോലെ തന്നെ തൊഴിലുറപ്പ് അവകാശമാണല്ലോ, റൈറ്റ് ഫോർ ഫുഡ്, ഇതൊക്കെ റൈറ്റ് ബേസ്ഡ് ആണ് എന്ന് പറഞ്ഞതുപോലെ കുടുംബശ്രീയുടെ സ്ത്രീകൾക്കുള്ള ഈ കാര്യങ്ങൾ അതവരുടെ റൈറ്റ്സ്, ഒരു വിമൻസ് റൈറ്റ്സ് അതിലേക്ക് കൊണ്ടുപോകാം. അതാണ് ലീഗലൈസ് ചെയ്യുക. അതാണ് ആക്ട്. അവരുടെ റൈറ്റ്. NREGS ആക്ട് ഉണ്ട്, കുടുംബശ്രീക്ക് ആക്ട് ഇല്ല. കുടുംബശ്രീ ഇതല്ലേ ഒരു അസോസിയേഷൻ, ഒരു രജിസ്ട്രേഡ് സൊസൈറ്റിയാണ്. അവർ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയില്ല, അവരുടെ നിലയ്ക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവിടെ ഇൻ പെർസ്പെക്റ്റീവ് നമ്മൾ കുടുംബശ്രീ തുടങ്ങി നമ്മളതിന് റിട്രോസ്പെക്റ്റീവായിട്ട് അതിനെ നമ്മൾ സെൽഫ് കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇത് വിമൻസ് റൈറ്റ് എന്നുള്ള ആ റൈറ്റ് നമ്മൾ നിയമസഭ അംഗീകരിക്കണം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇത് ഏകകണ്ഠമായിട്ട് തന്നെ പാസ്സാവണം. നമ്മുടെ ഈ പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏകകണ്ഠമായിരുന്നു. തീർച്ചയായിട്ടും ഏകകണ്ഠമായി എത്രയോ നൂറുകണക്കിന് ഭേദഗതികൾ രാവും പകലും. അത് കെ കരുണാകരൻ്റെ മന്ത്രിസഭയുടെ ഒരു വലിയൊരു
തുവലായിരുന്നു അത്. അതുപോലെ നീണ്ട ചർച്ചകളിലൂടെ നിയമസഭ സ്ത്രീകളുടെ അവകാശം അതായിട്ട് കുടുംബശ്രീ ഒരു അവകാശമായിട്ട് കൊണ്ടുവരണം. ഒപ്പം തന്നെ നമ്മളിപ്പോൾ ധാരാളം പ്രോജക്റ്റുകൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കുട്ടികളുടെ അവരുടെ സ്വന്തം മക്കളുടെ കൈകൊണ്ട് മരിച്ച ഒരു കാലമാണ്. അമ്മമാർ ഇത്രയും കൊല്ലപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോൾ അമ്മമാരുടെ മരണം, ശിശുമരണ നിരക്ക്, ഈ നിരക്കിൻ്റെ കൂടെ അമ്മമാർ മക്കളാൽ കൊല്ലപ്പെട്ട ഒരു നിരക്കെടുത്താൽ നമ്മൾ ഭയാനകമായൊരു ചിത്രം. ഇപ്പോൾ ഇതാ ഇന്നലെ മുനിഞ്ഞാൽ 2 ദിവസം മുമ്പ് ഒരു വാർത്ത വന്നു. അച്ഛനും അമ്മയും ഈ അടിക്കുകയാണ് ഒരു മകൻ. സഹികെട്ട അച്ഛനൊരു അടിയടിച്ചു, മകൻ മരിച്ചു. ഞാൻ വായിച്ചു. ആവശ്യം ഒരു മോട്ടോർ സൈക്കിളാണ്. ദാരിദ്ര്യമല്ല, വില കൂടിയ മോട്ടോർ സൈക്കിൾ കിട്ടാൻ വേണ്ടി അച്ഛനമ്മമാരെ അടിച്ച മകനെ നേരിട്ടപ്പോൾ മകൻ മരിച്ചു. ഇതാണ് നമ്മുടെ കേരളത്തിലെ കുടുംബാവസ്ഥ. അപ്പോൾ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ വെറും നമ്മളിപ്പോൾ ലോൺ കൊടുക്കുക അതൊക്കെ ആവശ്യമാണെങ്കിലും സ്ത്രീകളുടെ മാനസികാരോഗ്യം ഇത് നേരിടാനുള്ള ആരോഗ്യവും അവരുടെ മക്കളെ വളർത്താനുള്ള ട്രെയിനിങ്, പാരൻറ്റിങ്, ആ പാരൻറ്റിങ്ങും അതുപോലെ തന്നെ ഞാൻ പുരുഷന്മാരെ തുടരുതെന്നല്ല, അവരെ അടക്കം നയിക്കേണ്ടത് അമ്മമാരല്ലേ. കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ. എല്ലാ പുരുഷനെയും പ്രസവിച്ചത് സ്ത്രീയല്ലേ. ആത്മവിശ്വാസത്തിന്റെ ഒരു ലെവൽ. അപ്പോൾ ആ അമ്മമാരും സ്ത്രീകളും അവരുടെ ആ മെൻ്റൽ ഹെൽത്ത്, കേരളത്തിൻ്റെ മെൻ്റൽ ഹെൽത്തിന് എന്തോ പ്രധാനമായൊരു കാര്യമായി ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതെ, ഇപ്പം ഉറപ്പായിട്ടും രാഷ്ട്രീയ മേഖലയിൽ പോലും ആത്മഹത്യ. നമ്മൾ ഈ ആരോഗ്യത്തെക്കുറിച്ചുള്ള കോൺക്ലേവ് നടത്തി കഴിഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്ന ഒരു സബ്ജക്റ്റാണ്. നമ്മളതിൻ്റെ ഡ്രാഫ്റ്റ് ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഘടകം മെൻ്റൽ ഹെൽത്ത് ആണ്. ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഈ ലോൺലിനെസ്സിനെ കുറിച്ച്, ഏകാന്തത, മെൻ്റൽ ഹെൽത്ത്, ഡിപ്രഷൻ, പെയിൻ ഉണ്ടാകുന്ന അതിൽ നിന്നുണ്ടാകും. അത് നമുക്ക് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടും. കുടുംബശ്രീ ഒരു കേവലമായിട്ടുള്ള ഇതിനു മുമ്പുണ്ടായിരുന്ന നേട്ടങ്ങളൊന്നും നിസ്സാരമല്ല. അതിനെ പുതിയൊരു തലത്തിലേക്കും പുതിയൊരു തരത്തിലേക്കും മാറ്റിയെടുക്കാനുള്ള ആക്റ്റാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. പിന്നെ എനിക്കൊരു കാര്യം തോന്നിയത്, നമുക്ക് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ധാരാളം പരിപാടികൾ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. വന്യജീവി ആക്രമണങ്ങളെ നേരിടാൻ ഈ ലോക്കൽ ബോഡികൾക്ക് കുറേ കൂടെ അധികാരങ്ങൾ കൊടുക്കുകയും അവിടെ ഒരു പബ്ലിക് സ്ക്വാഡ് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണം. ഒരു ഗവൺമെൻറ് കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അതിനൊരു നിയമപരമായ പിൻബലം കൊടുത്ത് ലോക്കൽ ബോഡിക്ക് കൂടുതൽ അധികാരം കൊടുത്ത് കുറേ കൂടി ഇപ്പം തന്നെയുള്ള കുറേ മാറ്റങ്ങൾ കേന്ദ്ര നിയമത്തിൽ ഉണ്ടാകണം. എങ്കിലും ഈ ഇപ്പോൾ ഉള്ള നിയമങ്ങൾ കൊണ്ട് തന്നെ കുറേ മാറ്റങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലുള്ള ഒരുപാട് പ്രോജക്റ്റുകളെ കുറിച്ച് പറയുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ലോക്കൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റാണ്. അതാത് പ്രദേശങ്ങളിൽ ലോക്കൽ ബോഡിയുടെ കീഴിൽ ഇപ്പോൾ ചില സ്ഥലത്ത് ടൂറിസത്തിനുള്ള സാധ്യതകളുണ്ടാവും, ചില സ്ഥലത്ത് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടതുണ്ടാവും, ചില സ്ഥലത്ത് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ടാവും, ചില സ്ഥലത്ത് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളുണ്ടാവും. ഓരോ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അവിടുത്തെ ക്ലൈമറ്റും മറ്റ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഏത് കാര്യത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഫോക്കസ് ചെയ്തുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, അതൊരു കൂടുതൽ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു വലിയ പദ്ധതി. അല്ല, അതിലിപ്പോൾ ഇന്ന് ഞാൻ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഹോട്ടലിലെ കോഴിക്കോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വല്ലതും ഉണ്ടോ സാറേ? അപ്പോൾ അത് ലണ്ടനിലെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ ബിസിനസ് ചെയ്തൊരു നമ്മുടെ മുസ്ലിം ലീഗ് പ്രവർത്തനം കൂടിയാണ്, നീലേശ്വരക്കാരൻ. ഞങ്ങളുടെ കാര്യം വല്ലതും ഉണ്ടോ? ഞാനുണ്ട്, ലോക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ്. അത് നല്ല കാര്യം. കാരണം ഞങ്ങളൊക്കെ അവിടെ പോയി വന്നപ്പോൾ പഴയ ആൾക്കാരൊന്നും അല്ല ലോക്കൽ ലെവലിൽ. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പം ഞാനൊക്കെ പൊളിറ്റിക്സിലൊക്കെ ഉള്ളതുകൊണ്ട് അറിയാം. സാധാരണ ആൾക്ക് അറിയാൻ പറ്റില്ല. ധാരാളം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിക്കുന്നുണ്ട്. അതിലിപ്പോൾ മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ട്. മാനിഫെസ്റ്റോയിൽ അത് നേരിട്ട് കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കേണ്ടത് ലോ റെൻറ്റിന് ഹ്രസ്വകാലത്തേക്ക് ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിന് ആദ്യത്തെ വർഷം ഇപ്പോൾ 10,000 ആണെന്നിരിക്കട്ടെ, പിന്നത്തെ വർഷം 15, 2-3 വർഷം കഴിയുമ്പോൾ മാർക്കറ്റ് റേറ്റിലേക്ക് ഉയരും. അപ്പോൾ തുടങ്ങുന്ന ഒരാൾക്ക് അയാളുടെ മെയിനായിട്ട് പ്രശ്നം പറയുന്നത് ഹൈ റെൻറ്റാണ്. അപ്പോൾ റെൻറ്റിന് കൊടുക്കുന്ന ആൾക്ക് വേറെ ആൾക്ക് കൊടുത്താലും കിട്ടും. അപ്പോൾ അവിടെ ലോക്കൽ ഗവൺമെൻറ്റിന് ഇടപെടാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ആളുകളെ പുതിയ സംരംഭകരെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ എവിടെ ഹൗസ് ചെയ്യും? അപ്പോൾ അവരുടെ അതുപോലെ തന്നെ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ധാരാളം വീടുകളുണ്ട്. ആ വീടുകളിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യമുണ്ട്.
പക്ഷെ അവിടെ ചെറിയൊരു സംരംഭം തുടങ്ങാനായിട്ടൊന്നും ഈ വീട്ടുകാരൻ കൊടുക്കില്ല. കാരണം താമസക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു അതെ ശീലം. അതെ. പക്ഷെ അതിൽ പഞ്ചായത്ത് ഇടനില നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറെ കൂടി നന്നായി ചെയ്യാം. പഞ്ചായത്തുകൾ അത് ഏറ്റെടുക്കുന്നു, ഇത്ര വർഷത്തേക്ക് ചെയ്യുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന ഇപ്പോൾ പത്തനംതിട്ട പോലെ സ്ഥലത്തൊക്കെ വീടുകൾ സ്പേസ് തീർച്ചയായിട്ടും കിടക്കുക. അതിപ്പോൾ എറണാകുളംകാർക്ക് വന്നെടുക്കാം, ഉറപ്പായിട്ടും. ആ അവിടെ ഉള്ളവർ മാത്രമാണ്. അപ്പോൾ ലോക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ ഇത്ര സ്ഥലം വാടകയ്ക്കുണ്ട്, അത്തരത്തിൽ ഷോക്കേസ് ചെയ്യണം, ഷോക്കേസ് ചെയ്യാം. സിമ്പിൾ കാര്യമാണ്. അപ്പോൾ അത് പണിത് കഴിഞ്ഞതാണ്, അല്ലാതെ ഇനി പണിയേണ്ടതൊന്നുമല്ല. ഇനി ആരെങ്കിലും വരാനാണ് ഉടമസ്ഥനും താല്പര്യപ്പെടുന്നത്. പിന്നെ അമേരിക്കയിലാണ് ഉടമസ്ഥരെങ്കിൽ അയാൾക്ക് ക്യാമറയിൽ ഇതൊക്കെ കാണാം. അതെ അതെ, പഴയ പോലെയൊന്നും അല്ല, അവിടെ നടക്കുന്ന നോക്കാം. ഓരോ കാര്യങ്ങളും അറിയാം. പിന്നെ ഒന്ന് നമ്മൾ ഈ ഇതിൽ പറഞ്ഞത്, ഇതിൻ്റെ മറ്റൊരു ഭാഗമാണല്ലോ തൊഴിലാളികളുടെ ജീവിതം, വാടക, വീട്. അപ്പോൾ സ്വന്തമായിട്ട് വീട് പണിത് കൊടുക്കുക എന്നുള്ളതാണല്ലോ ഇന്നത്തെ വലിയ പ്രശ്നം. നമ്മൾ 5 ലക്ഷം വീട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വീട് പണിയുന്നതിനിടയിൽ ഇപ്പോൾ നമ്മൾ യൂറോപ്പിലൊക്കെ, താങ്കളുടെ എത്ര യാത്ര ചെയ്ത് ആരും ഉണ്ടാവില്ല, കൗൺസിൽ ഫ്ലാറ്റ്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അതായത് അവർക്ക് കുറേ വീടുണ്ട്, അവർക്ക് ലോക്കൽ ഗവൺമെൻറ്റിന്, അവിടെ അവർക്ക് താമസിക്കാം. ഇപ്പോൾ നമ്മുടെയൊക്കെ മേയർമാരായിട്ടുള്ള ബൈജുവിനെ പോലുള്ള ആളുകൾ കേംബ്രിഡ്ജിലൊക്കെ കൗൺസിൽ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. നല്ല വീടുകളാണ്. അപ്പോൾ അത് അവിടെ താമസിക്കാം. താമസിക്കുമ്പോൾ അത് പാവങ്ങൾക്ക്, ഏറ്റവും പാവങ്ങൾക്കൊന്നൊന്നുമില്ല, പലതരത്തിലുള്ള ആളുകൾക്കുള്ള ഫ്ലാറ്റുകൾ കൗൺസിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും. പക്ഷെ അതൊരു മോഡറേറ്റ് റെൻ്റായിരിക്കും. അപ്പോൾ ആ റെൻറ്റിൽ ആളുകൾക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാം. വളരെ പാവപ്പെട്ട ആളുകളുടെ റെൻറ്റ് അവർ മീറ്റ് ചെയ്യും. ഇപ്പോൾ ചൂരൽമലയിൽ വന്നു, ഈ ഗവൺമെൻറ് റെൻറ്റ് കൊടുത്തില്ല, കൃത്യമായിട്ട് കൊടുത്തില്ല, അതുകൊണ്ട് പ്രശ്നം ഉണ്ടായി. അപ്പോൾ റെൻറ്റിൽ കൂടെ തന്നെ കുറേ ആളുകളുടെ ഹൗസിംഗ് പ്രശ്നം തീരും. പടിപടിയായി ഈ കൗൺസിൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളെ നമുക്ക്, നല്ല കൺസെപ്റ്റാണ്, അതിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. സംസാരിച്ചപ്പോൾ നമ്മൾ പദ്ധതികൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, പദ്ധതികളുടെ അനുമതി കൊടുക്കുന്ന കാര്യത്തിൽ, പദ്ധതി നിർവഹണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ മാനിഫെസ്റ്റോയിൽ പ്രത്യേകമായ ഊന്നൽ കൊടുത്തിട്ടുണ്ട്. പദ്ധതികൾ ഉണ്ടാക്കുന്ന ആസൂത്രണ പ്രക്രിയ എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. അത് ഏറ്റവും സമഗ്രമായി ഓരോ പ്രദേശത്തിൻ്റെയും, നേരത്തെ പറഞ്ഞില്ലേ, വീടുകൾ ജനസംഖ്യ കൂടിയ സ്ഥലത്ത് വലിയ വാർഡാണ്, ഏറ്റവും കൂടുതൽ വികസനം വേണ്ട സ്ഥലമാണ്, ഏറ്റവും കൂടുതൽ റോഡുകൾ വേണ്ട സ്ഥലമാണ്, ഏറ്റവും കൂടുതൽ വീടുകൾ വേണ്ട സ്ഥലമാണ്, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സ്ഥലമാണ്, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സ്ഥലമാണ്. അങ്ങനെ പിന്നോക്കാവസ്ഥ, അതാണല്ലോ പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത. എപ്പോഴും അതാണ്, ഈ ആ ബാലൻസ് ഉണ്ടാകണം. അത് മനസ്സിലാക്കിയിട്ടുള്ളൊരു കൃത്യമായ പ്ലാനിങ്, അതിന് പെട്ടെന്ന് അംഗീകാരം കിട്ടുക. അതേ അവസരത്തിൽ കേരളം നമ്മൾ എപ്പോഴും ഫെയിൽ ചെയ്യുന്നൊരു വലിയ കാര്യം, നമ്മൾ അസംബ്ലിയിലേക്കുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് അത് തന്നെയാണ്. കാരണം ഈ ഇംപ്ലിമെൻറ്റേഷൻ, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇപ്പോൾ 6 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു പദ്ധതി 6 കൊല്ലമായാലും പൂർത്തിയാവില്ല, ആരും അക്കൗണ്ടബിൾ അല്ല. അതിലേക്കൊരു 10 കോടി നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് 6 കൊല്ലം കഴിയുമ്പോൾ 50 കോടിയാവും. അതെ, ആ 50 കോടി പബ്ലിക് എക്സ്ചക്കറിൽ നിന്നാണ് പോകുന്നത്. കേരളം ഇതിന് കുപ്രസിദ്ധമാണ്, അതിനൊരു അവസാനം വേണം. അപ്പോൾ അതിൻ്റെ തുടർച്ച നമ്മുടെ തുടങ്ങുന്നത് ലോക്കൽ ബോഡിയിൽ നിന്നാകണം. അതുകൊണ്ട് പദ്ധതി നിർവഹണത്തിൽ ഒരു അക്കൗണ്ടബിലിറ്റി, അതായത് 1 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു പ്രോജക്റ്റ് ഒരാളെ ഏൽപ്പിച്ചാൽ, ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചാൽ 365 ദിവസം കഴിഞ്ഞ് 366ാമത്തെ ദിവസം ആകുമ്പോൾ ആൾ അക്കൗണ്ടബിളാണ്, ലീഗലി, നിയമപരമായി. അപ്പോൾ അക്കൗണ്ടബിലിറ്റിയെ ലീഗലൈസ് ചെയ്യുക, അത് നമുക്ക് ഒരു UDF കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ചെയ്യേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 5 കൊല്ലം കൊണ്ട് തീരേണ്ട പ്രോജക്റ്റ് 10 കൊല്ലം കൊണ്ട് തീരുന്നില്ല. 50 കോടിയുടെ പ്രോജക്റ്റ് 500 കോടി ആവുകയാണ് പലതും. പിന്നെ ഇത് ഒരു പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ നടക്കും. പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ 1 കൊല്ലം കൊണ്ട് നടപ്പാക്കേണ്ട പ്രോജക്റ്റ് ആ 1 കൊല്ലത്തിന് മുമ്പ് പൂർത്തിയാവും. അപ്പോൾ അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ ഈ 6 മാസം കൊണ്ട് ചെയ്യേണ്ട കാര്യവും 3 മാസം കൊണ്ട് തീർക്കാൻ പറ്റും. അത് നമ്മൾ പദ്ധതി നിർവഹണത്തിൽ ഒരു വലിയ തോതിൽ കേരളം എമ്പാകെ കൊണ്ടുവരാൻ, എല്ലായിടത്തും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി ലോക്കൽ ബോഡിയിൽ നിന്ന് ആരംഭിക്കണം എന്നുള്ളൊരു നിർദ്ദേശം പദ്ധതി നിർവഹണത്തിൻ്റെ കാര്യത്തിൽ ഈ മാനിഫെസ്റ്റോ ഉണ്ട്. അത് നമുക്ക് ഫലപ്രദമായി ആ കാര്യവും നമുക്ക് ചെയ്യാം. പിന്നെ അതുൾപ്പെടെ അതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതുപോലെ ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക മേഖലകളിലെല്ലാം അടിസ്ഥാനപരമായി മാറ്റം ഉണ്ടാകുന്ന, സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ കഴിയുന്ന, ഞാനിവിടെ ആദ്യമേ വളരെ പ്രസക്തമായി സൂചിപ്പിച്ചൊരു പെർസ്പെക്റ്റീവ്
അതെ. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ 5 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാകേണ്ട കേരളം എന്താകണം, 5 കൊല്ലം കഴിയുമ്പോൾ ലോക്കൽ ബോഡിയുടെ കോൺട്രിബ്യൂഷൻ ഏത് നിലയിലെത്തിക്കണം, ലോക്കൽ ബോഡിയെ നമ്മുടെ ഒരു സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്കി നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും. കാരണം ഗവൺമെൻറ്റുകൾ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചെയ്യുന്നതിനേക്കാൾ മൈക്രോ ലെവലിൽ അല്ലേ, അതാണ് ഗ്രാമസഭയ്ക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്നതാണ്. മൈക്രോ കമ്മ്യൂണിറ്റിയാണ് തീരുമാനിക്കുന്നത് അവിടെ എന്ത് വികസനം വന്നു. ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന ഒരു മാനിഫെസ്റ്റോയാണ് എന്നുള്ള അഭിമാനം ഇത് അവതരിപ്പിച്ച ഒരാളെന്നുള്ള നിലയിൽ എനിക്കുണ്ട്. അതിൻ്റെ പിന്നണിയിൽ വർക്ക് ചെയ്ത ജോണിനെ പോലുള്ള, ബാലൻ സാറിനെ പോലുള്ള നിരവധി എക്സ്പേർട്ടുകളുണ്ട്. അവരോടൊക്കെ ഞാൻ വളരെ നന്ദി പറയുകയാണ്. കാരണം അത് അവതരിപ്പിക്കുമ്പോൾ പോലും എന്നോട് പല സുഹൃത്തുക്കളും പറഞ്ഞു അത് വലിയൊരു ആത്മവിശ്വാസം ഉള്ള രീതിയിലായിരുന്നു അതിൻ്റെ ഡെലിവറി എന്ന്. അത് വരാൻ കാരണം അതിൻ്റെ പ്രായോഗികതയാണ്. എനിക്കതിനകത്ത് ആ പ്രായോഗികതയിൽ ഒരു തെല്ലും സംശയമില്ലാതെ, കാരണം നമ്മൾ അത്രയും വലിയ ഒരു ഗവേഷണ തുല്യമായ ഒരു പ്രോസസ്സിലൂടെയാണ്, റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുണ്ടെന്ന്. അതായത് ഇപ്പോൾ ഈ കേരളത്തിൽ അധികാര വികേന്ദ്രീകരണം ഉണ്ടായതിനു ശേഷമുള്ള ഒരു നേട്ടങ്ങളെയും തള്ളി പറയാതെ കോട്ടങ്ങൾ മനസ്സിലാക്കി എന്താണ് എന്ന് മനസ്സിലാക്കി ഒരു ഗവൺമെൻറ്റുകളും ചെയ്ത ഇനീഷ്യേറ്റീവ്സിനെ നിസ്സാരമാക്കി കളയാതെ, അതെ, പക്ഷേ കുറേ കൂടി വലിയ ഔട്ട്കം ഇതിനെ ലക്ഷ്യമാക്കി. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഒരു വിഷനാണ്, അത് രാജീവ് ഗാന്ധിയാണ് അത് ഒരു പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരെല്ലാം അത് തയ്യാറാക്കി ഇന്ത്യക്കാകെ മുൻപാകെ അവതരിപ്പിച്ചവരുടെ ഒരു വിഷനുണ്ട്. അതിനെ ഏറ്റവും യാഥാർത്ഥ്യമാക്കുന്ന, ഏറ്റവും മനോഹരമായി നടപ്പാക്കുന്ന, ഞാൻ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങൾക്കല്ല ലോകത്തിന് തന്നെ മാതൃകയാകാവുന്ന തലത്തിലേക്ക് നമുക്കതിനെ കൊണ്ടുപോകാൻ കഴിയും. ആ ആത്മവിശ്വാസം എനിക്ക് തീർച്ചയായിട്ടുണ്ട്. അതിൽ എനിക്ക് 1-2 കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഒന്ന്, ഇപ്പം നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് SC ST വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സബ് പ്ലാൻ ഉണ്ടല്ലോ. ആ സബ് പ്ലാൻ ആകെ തയ്യാറായെന്ന് താങ്കളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ താങ്കൾ എത്രയോ തവണ നിയമസഭയിലും പുറത്തും പറഞ്ഞതാണ് പ്ലാൻ സൈസ് വർദ്ധിപ്പിക്കാതെ ഇരിക്കുക. അപ്പോൾ പ്ലാൻ സൈസിൻ്റെ 10% SCക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരേപോലെ പോവുക, എന്നിട്ട് അത് കട്ട് ചെയ്യുക, കൊടുക്കുന്നത് കട്ട് ചെയ്യുക. അപ്പം അങ്ങനെ SC ST വിഭാഗങ്ങൾക്ക് ബലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി ഗവൺമെൻറ് വളരെ വഞ്ചനാപരമായ രീതിയിൽ കട്ട് ചെയ്ത് കളയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുന്നത്, പ്രകാശ് സാറിൻ്റെ കമ്മീഷൻ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ആൽവിൻ പ്രകാശ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പ്ലാൻ അവിടെ നിന്നോട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന SOTR, സ്റ്റേറ്റ് സോൺ ടാക്സ് റവന്യൂ, അതാണല്ലോ മെയിൻ്റനൻസ് ഫണ്ടിന് കൊടുക്കുന്നത്. പ്ലാൻ ഫണ്ടും അത് തന്നെ മതി, അതിനൊരു നിശ്ചിത തുക. അത് നമ്മുടെ ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ കൂടിയാലും കുറഞ്ഞാലും അത് സംസ്ഥാനത്തിൻ്റെയാണ്. ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ വഴിക്ക് പോകും. അവിടെ നമ്മളൊരു വലിയ ഡിക്ലറേഷൻ ഈ മാനിഫെസ്റ്റോയിൽ നടത്തി. ഈ പ്ലാൻ ഫണ്ട് പഞ്ചായത്തുകളുടെ റൈറ്റാണ്. കറക്റ്റ്. അത് വലിയ, ഇത് മറ്റേ പ്ലാൻ വെട്ടിക്കുറയ്ക്കുന്നോ കുറയ്ക്കാൻ പറ്റില്ല. വലിയ ഡിക്ലറേഷനാണ്. വലിയ ഡിക്ലറേഷനാണ്. ഈ അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിലുള്ള വലിയ ഒരു മൈൽ സ്റ്റോൺ ഡിക്ലറേഷനാണ്. അത് ഇപ്പോഴും മെയിൻ്റനൻസ് ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ പറ്റില്ല, കാരണം അത് SOTR ആണ്. സ്റ്റേറ്റ് സോൺ ടാക്സ് റവന്യൂൻ്റെ 9.25%. അപ്പോൾ അതിപ്പോഴും വെട്ടുന്നില്ലല്ലോ, റൈറ്റായിട്ട് നിൽക്കും. ലോക്കൽ ബോഡിയുടെ റൈറ്റായിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ വികസന ഫണ്ടിലേക്കും കൂടെ വന്നാൽ അത് ഈ 10 കൊല്ലത്തെ ഈ മന്ദതയ്ക്ക് വലിയ മാറ്റം കൊടുക്കും. ഒപ്പം തന്നെ SC ST അതിനകത്ത് ഈ സ്ത്രീകൾക്ക് ഒരു 13%, അത് പറയാം, ആ കമ്പോണൻറ്റും അത് പറയാം, ചെറുപ്പക്കാർക്ക് 5% മത്സ്യത്തൊഴിലാളികളുടെ. അതായത് നമ്മളിപ്പോൾ SC STയുടെ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഈ ഇത്തരത്തിൽ വരികയാണെങ്കിൽ ആ പ്രോബ്ലം അവർക്കില്ലല്ലോ, ഉണ്ടാവില്ല. നമ്മൾ കയറിക്കൊണ്ടിരിക്കും, തുക കയറിക്കൊണ്ടിരിക്കും, അനുസരിച്ച് കൂടും, അലോക്കേഷൻ ബൈ ചാൻസ് ടാക്സ് കുറഞ്ഞാൽ കുറയും, അത്രയേ ഉള്ളൂ. കോവിഡ് കാലത്ത് മാത്രമാണ് കുറഞ്ഞത്, പാൻഡമിക് സിറ്റുവേഷൻ അപ്പോൾ കുറയും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ SC STയെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. പ്രത്യേകിച്ചും ഈ പ്രകൃതിക്ഷോഭങ്ങളുടെ ഇരകളാണ് അവർ. ഇപ്പോൾ ഞാനിപ്പോൾ ഈയിടെ തിരുവനന്തപുരത്തിൻ്റെ കടപ്പുറത്ത് ചെന്നപ്പോൾ അവർ ഫോട്ടോ കാണിച്ചു തരികയാണ്. അവർ ഫുട്ബോൾ കളിച്ചിരുന്ന സ്ഥലം അതൊക്കെ കടലായി. ഇപ്പം ശരിക്കുള്ള കടലായി, കടൽ കയറിക്കൊണ്ടിരിക്കും. കടൽ കയറാ ശരിക്കും കടലായി കയറല്ല. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഏറ്റവും വലിയ വിക്ടിംസ് എന്ന് പറയുന്നത് തീരപ്രദേശത്തെ ഏറ്റവും മനുഷ്യരാണ്.
അപ്പോൾ മത്സ്യലഭ്യത കുറഞ്ഞു, മത്സ്യലഭ്യത കുറഞ്ഞു. പിന്നെ കടലിൽ പോകാവുന്ന ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞു. ഗവൺമെന്റ് പറയാണ് പോരുന്നത്. പിന്നെ 40 രൂപയ്ക്ക് മണ്ണെണ്ണ ഉണ്ടായിരുന്ന സമയത്താണ് 25 രൂപ സബ്സിഡി ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത്. ഇപ്പൊ 140 രൂപയാണ് മാർക്കറ്റിൽ. ഈ 25 സബ്സിഡി പോലും കൊടുക്കുന്നില്ല. അപ്പൊ അവിടെ നമ്മളൊരു ഘടക പദ്ധതി വെക്കുക. മത്സ്യത്തൊഴിലാളികൾക്ക് മൺപാത്ര നിർമ്മാണം, കരകൗശലക്കാർ, അവർക്കൊരു ഘടക പദ്ധതി വെക്കുക. ആ ഘടക പദ്ധതി വരിക എന്നുള്ളത് അപ്പോൾ അവരുടെ റൈറ്റായി. ഇപ്പം SC/STയുടെ റൈറ്റ് പോലെ. അപ്പോൾ നമ്മൾ SOTR കൊടുക്കുന്നതോടുകൂടി സ്റ്റേറ്റ് പ്ലാൻ കൂടുകയോ കുറയോ എന്നുള്ളത് ബാധകമല്ല, ഇവർക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. അത് അപ്പൻഡിക്സ് 4 നമ്മൾ കൃത്യമായിട്ട് എഴുതുകയും ചെയ്യും. അതാണ് ഒരു കാര്യം. ഒപ്പം വനിതാ ഘടക പദ്ധതിയിൽ നമ്മൾ +3 അത് വിധവകൾക്ക് വേണ്ടിയാണ്. വിധവകൾ വലിയൊരു നമ്പറാണ്. നമ്മൾ അത് യുവതികളായ വിധവകളും വൃദ്ധകളായ വിധവകളും അടക്കമുള്ള എത്ര പേരുടെ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് പലപ്പോഴും മിസ് ചെയ്യാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് ആ വിധവകൾക്ക് ഈ വനിതാ ഘടക പദ്ധതിയിലെ 3%, 10, 13 ആക്കിയിട്ട് ഈ 3% കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഒരു പാവപ്പെട്ടവരോടും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട്, സ്ത്രീകളോട്, അതുപോലെ തന്നെ വികലാംഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, അവരോടൊക്കെ വലിയൊരു കരുതൽ ഈ മാനിഫെസ്റ്റോയുടെ ഉടനീളം നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ, യുവാക്കൾ, ഇപ്പം കളിക്കാൻ സ്ഥലമില്ല, വലിയൊരു പ്രശ്നമാണ്. മയക്കുമരുന്നിൻ്റെയൊക്കെ ഒരു പ്രശ്നം അതാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഓരോ കെട്ടിടങ്ങളൊക്കെ വന്നു, എല്ലാ കെട്ടിടങ്ങളും വീടുകളൊക്കെ വന്നല്ലോ. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ ഇപ്പോൾ ഒരുപാട് ടർഫ് തുടങ്ങി. അതാണ് സത്യത്തിൽ കുറേ കളിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഈ പ്രൈവറ്റ് സെക്ടറായിട്ട് സംസാരിക്കണം. ഗ്രാമപഞ്ചായത്തുകൾ അവരെ ശത്രുവായിട്ട് കാണണ്ട. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോക്കൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇതൊക്കെ പെടുമല്ലോ. ഇതെല്ലാം പെടും. ഇപ്പോൾ നമ്മുടെ ഒരു കളിസ്ഥലം, ഒരു ടർഫ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ? പിന്നെ 25 ലക്ഷം രൂപ വേണം ഒരു ടർഫ് ഉണ്ടാക്കാൻ അല്ലേ? പിന്നെ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ വിനോദത്തിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതിന് പഞ്ചായത്ത് അത് ചെയ്യുകയാണ്, അത് ഏറ്റെടുത്ത് ചെയ്യല്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു കാര്യങ്ങൾ, ലൈബ്രറികൾ. നമുക്ക് സത്യത്തിൽ സംസാരിച്ചിരുന്നാൽ, ഈ മാനിഫെസ്റ്റോയെ കുറിച്ച് സംസാരിച്ചിരുന്നാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ തുടർച്ചയായിട്ട് പറയാനുണ്ട്. പിന്നെ ഒരുപാട് നമുക്ക് സമയമെടുക്കുന്നതും ശരിയല്ല. സത്യത്തിൽ ജോണിവിടെ സൂചിപ്പിച്ചതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്ന, സ്ത്രീകളോട് പ്രത്യേകമായ പരിഗണന നൽകുന്ന, കൃഷിക്കാരോട്, മത്സ്യത്തൊഴിലാളികളോട്, പട്ടികജാതി പട്ടികവർഗക്കാരോട്, മലയോരങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരോട്, എല്ലാവരോടും കരുണ കാണിക്കുന്ന, മയക്കുമരുന്നിൽ നിന്ന് യുവജനതയെ രക്ഷിക്കാനൊക്കെയുള്ള വലിയ ഒരു ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള, വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി, എന്നാൽ വളരെ പ്രായോഗികമായി വിദഗ്ധരായ ആളുകളുടെ ആ എക്സ്പെർട്ട് ഒപ്പീനിയൻ, വിദഗ്ധ അഭിപ്രായം കൂടി നടത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്ന, സാധാരണഗതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു മാനിഫെസ്റ്റോ, നല്ലൊരു പ്രോഡക്റ്റായിട്ട് അവതരിപ്പിക്കാൻ അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി കേരളത്തിൽ അത് നമുക്ക് തെളിയിക്കേണ്ടത് പറയുന്ന കാര്യങ്ങൾ വെറും വാഗ്ദാനങ്ങൾ മാത്രമല്ല, അത് യാഥാർത്ഥ്യങ്ങളാകാനുള്ളതാണ് എന്നുള്ള ഒരു ഇച്ഛാശക്തി, ഒരു വിൽ പവർ, ഒരു നിശ്ചയദാർഢ്യം തീർച്ചയായും ഇതുകൂടെ ഉണ്ടെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകും. 5 കൊല്ലം കഴിയുമ്പോൾ സാധാരണക്കാരായ മലയാളിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന, മൈക്രോ ലെവലിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അത് സത്യത്തിൽ അത് തയ്യാറാകാൻ വലിയ പങ്കുവഹിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ താങ്കളോടും ബാലസാറിനോടും പ്രത്യേകമായി നന്ദി. ഇതിനോട് സഹകരിച്ച എല്ലാവരോടും, എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, എല്ലാ UDF-ലെ എല്ലാ ഘടകകക്ഷികൾ, മുസ്ലിം ലീഗൊക്കെ മുസ്ലിം ലീഗൊക്കെ ഒരു ഡോക്യുമെന്റ് തന്നെ അവർ പ്രത്യേകമായി തന്നു. അവരും വളരെ വിശദമായിട്ടുള്ളൊരു പഠനം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും കേരള കോൺഗ്രസിൻ്റെ എല്ലാവരും, എല്ലാ ഘടകകക്ഷികളും നന്നായി അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ വിശദമായി അത് ചർച്ച ചെയ്തു, അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ക്രോഡീകരിച്ചു. ഇങ്ങനെയൊരു രേഖ, അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ മാറ്റത്തിനുതകുന്നൊരു രേഖ തയ്യാറാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി ഞാൻ ഈ അവസരത്തിൽ UDF-ന്റെ ഒരു നല്ലൊരു നേട്ടമാണ്. തീർച്ചയായിട്ടും.